ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ബെർണൗളിസ് തിയറവും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ ബെർണൗളിസ് തിയറം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തത് വെഞ്ചുറിമീറ്റർ ആയിരുന്നു. വെഞ്ചുറിമീറ്റർ നമ്മൾ കണ്ടു. വെഞ്ചുറിമീറ്റർ എന്താണ്, വെഞ്ചുറിമീറ്ററിന്റെ പാർട്സ് എന്തൊക്കെയാണ്, വെഞ്ചുറിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുക, അതുപോലെ വെഞ്ചുറിമീറ്ററിൽ റേറ്റ് ഓഫ് ഫ്ലോ ഒക്കെയാണ് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടു. റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസും ചെയ്തു. സോ വെഞ്ചുറിമീറ്റർ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡിവൈസിലോട്ട് പോവാണ്. ആ ഡിവൈസിന്റെ പേര് ഒറിഫൈസ് മീറ്റർ. നിങ്ങൾക്ക് കാണാം, ഒറിഫൈസ് മീറ്റർ എന്നാണ് അതിന്റെ പേര്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറിഫൈസ് മീറ്ററിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഒറിഫൈസ് മീറ്റർ, ഹൗ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ് ആൻഡ് ഹൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദാറ്റ് യൂസ്. ഇതിന്റെ യൂസും റേറ്റ് ഓഫ് ഫ്ലോ തന്നെയാണ് നമ്മൾ പറയും. സോ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അതിന്റെ ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. പിന്നെ ആ ഇക്വേഷൻ വെച്ച് നമ്മളൊരു 2 പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ഒറിഫൈസ് മീറ്റർ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിഫൈസ് മീറ്റർ ഒരു ഫ്ലോ മെഷറിംഗ് ഡിവൈസ് ആണ്. ഫ്ലോ മെഷറിംഗ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കുക. സോ റേറ്റ് ഓഫ് ഫ്ലോ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ലൈക്ക് വെഞ്ചുറിമീറ്റർ, orifice meter is also a device which is used for measuring rate of flow of liquid flowing through a pipe. So പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഒറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒറിഫൈസ് മീറ്ററും ബെർണൗളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് വിൽ ബി വർക്കിംഗ് ഓൺ ബെർണൗളിസ് പ്രിൻസിപ്പിൾ. ആൻഡ് എന്താണ് വെഞ്ചുറിമീറ്ററും ഒറിഫൈസ് മീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വെഞ്ചുറിമീറ്ററിനെക്കാളും ചെലവ് കുറഞ്ഞ ഒരു ഡിവൈസ് ആണ് ഒറിഫൈസ് മീറ്റർ. സോ സെയിം പ്രിൻസിപ്പിൾ ആണ്, സെയിം യൂസ് ആണ്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഒറിഫൈസ് മീറ്റർ ചീപ്പർ ആണ് വെഞ്ചുറിമീറ്ററിനെക്കാളും. സോ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉള്ള ഒരു ഡിവൈസ് ആണ് ഒറിഫൈസ് മീറ്റർ. ഇനി ഒറിഫൈസ് മീറ്ററിന്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ വെഞ്ചുറിമീറ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, വെഞ്ചുറിമീറ്ററിന് എന്തുണ്ട്, ഒരു കൺവേർജിങ് പോർഷൻ ഉണ്ട്, അത് കഴിഞ്ഞ ഒരു ത്രോട്ട് ഉണ്ട്, പിന്നെ ഒരു ഡൈവേർജിങ് പോർഷൻ ഉണ്ട്. അങ്ങനെ 3 പാർട്ടുള്ള ഒരു ഡിവൈസ് ആണ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. സോ ആ വെഞ്ചുറിമീറ്റർ നമ്മൾ പറഞ്ഞിരുന്നു ആ ഏരിയ ഡിഫറൻസ് വരുന്നതുകൊണ്ട് നമ്മുടെ പ്രഷർ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് ചെയ്യുന്നു, പ്രഷർ വേരിയേഷൻ വരുന്നു, അങ്ങനെ 2 സെക്ഷൻ എടുത്തിട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ നമ്മൾ നടക്കുന്ന ഒരു ഫ്ലോയ്ക്ക് ഒരു ഡിഫറൻസ് വരുത്തുക, അതാണ് ഈ എല്ലാ ഡിവൈസസും ചെയ്യുന്ന കാര്യം അല്ലെ. നമുക്കറിയാം, ഒരു പൈപ്പിന്റെ അകത്ത് ഇങ്ങനെ ഒരു കൺവേർജിങ് ത്രോട്ട് ഡൈവേർജിങ് സെക്ഷൻസ് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്, അതിന്റെ ഏരിയ കുറഞ്ഞ സമയത്ത് വെലോസിറ്റി കൂടി, അപ്പൊ കൈനറ്റിക് എനർജി കൂടി അല്ലെ, അപ്പൊ പ്രഷർ എനർജി കുറഞ്ഞു. അതുപോലെ സം ഡിസ്റ്റർബൻസ് വി ആർ പ്രൊഡ്യൂസിങ് ടു ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡിസ്റ്റർബൻസ് വരുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഡൈവേർജന്റ് കൺവേർജന്റ് ത്രോട്ട് സെക്ഷൻസ് വഴിയല്ല. ഇവിടെ ചെയ്യുന്നത് ഒരു പ്ലേറ്റ് നമ്മൾ വെക്കും. യു ക്യാൻ സി ഒരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് വെച്ചിട്ട് ആ സർക്കുലർ പ്ലേറ്റിന്റെ നടുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ തുളയുണ്ടാവും. ആ തുളയെ നമ്മൾ ഒറിഫൈസ് എന്ന് വിളിക്കും. നമ്മളിപ്പോ ഇമേജ് കാണും. സോ ആ ഒറിഫൈസിൽ കൂടെ വാട്ടർ പാസ് ചെയ്യും. സോ ഒരു ഫ്ലോവിന്റെ സ്ഥലത്ത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ അടച്ചു, അവിടെ ഒരു ചെറിയ ദ്വാരത്തിൽ കൂടിയാണ് പിന്നെ ഫ്ലോ നടക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു ഡിസ്റ്റർബൻസ് വന്നു അല്ലെ, ഏരിയ കുറഞ്ഞു. ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി കൂടും, കൈനറ്റിക് എനർജി കൂടും. അതുകൊണ്ട് സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. സോ ലെറ്റ്സ് സീ ദ പാർട്സ്. കൺസിസ്റ്റ് ഓഫ് എ ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഹാവിംഗ് എ കോൺസെൻട്രിക് ഷാർപ്പ് എഡ്ജ് ഹോൾ കോൾഡ് ഒറിഫൈസ്. ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രിക് ഹോൾ, അതായത് പൈപ്പിന്റെ സെന്ററുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഒരു ഹോൾ ഉണ്ടാവും ഒരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് വെച്ചിട്ട്. ആ പ്ലേറ്റിനെ നമ്മൾ ഒറിഫൈസ് പ്ലേറ്റ് എന്ന് വിളിക്കും. ആ ഹോളിനെ നമ്മൾ എന്ത് വിളിക്കും, ഒറിഫൈസ് എന്ന് വിളിക്കും. ഇനി ഈ ഹോൾ യൂഷ്വലി 0.5 ടൈംസ് ഡയമീറ്റർ ഓഫ് പൈപ്പ് ആണ് അതിന്റെ സൈസ്. യു ക്യാൻ സീ ഹിയർ 0.5 ടൈംസ് പൈപ്പ് ഡയമീറ്റർ ആണ് ഈ ഹോളിന്റെ സൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് ക്യാൻ വേരി ഫ്രം 0.4 ടു 0.8. സോ പൈപ്പ് ഡയമീറ്റർ ഡി ആണെന്ന് വിചാരിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഫ്ലോ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ആ പൈപ്പിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ 0.4 ടു 0.8 ടൈംസ് ഡി ആയിരിക്കാം ആ ഹോളിന്റെ വലിപ്പം. യൂഷ്വലി നമ്മൾ 0.5 ടൈംസ് പൈപ്പ് ഡയമീറ്റർ ആണ് ഹോളിന്റെ സൈസ് എടുക്കുക. നമ്മൾ പറഞ്ഞ ഒറിഫൈസ് മീറ്റർ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ട്രാൻസ്പെറന്റ് ആയിട്ട് പോകുന്നതാണ് പൈപ്പ്. ഇവിടെ ഈ നടുക്കൊരു പ്ലേറ്റ് പോലെ കാണുന്നില്ല, അതാണ് ഒറിഫൈസ് പ്ലേറ്റ്. സോ ഒറിഫൈസ് പ്ലേറ്റിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ, എലവേഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒറിഫൈസ് പ്ലേറ്റ്. നമ്മൾ സി ഡി ഒക്കെ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോമ്പാക്ട് ഡിസ്ക് നമ്മൾ പണ്ട് പാട്ടൊക്കെ കേൾക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സി ഡി, ആ സി ഡിന്റെ ഒരു ഷേപ്പാണ് ഇതിന്. നടുക്കൊരു ചെറിയ ഓട്ട, പിന്നെ ഒരു സർക്കുലർ ഷേപ്പ്. ഈ ഒരു
ഹോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓറിഫൈസ്. നമ്മൾ പറഞ്ഞില്ലേ 0.5 ടൈംസ് പൈപ്പ് ഡയമീറ്റർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഹോളിനെയാണ്. ആ ഹോളിന്റെ പേരാണ് ഓറിഫൈസ്. ആ ഹോളുള്ള പ്ലേറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓറിഫൈസ് പ്ലേറ്റ്. അപ്പോൾ ഓറിഫൈസ് മീറ്ററിൽ നമ്മൾ ചെയ്യുന്നത് ആ പൈപ്പിന്റെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ ഈ ഓറിഫൈസ് പ്ലേറ്റ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പൈപ്പിന്റെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ പൈപ്പിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ അതിനേക്കാൾ 0.5 ടൈംസ് കുറവാണ് ഈ ഹോളിന്റെ ഡയമീറ്റർ. അപ്പം ആ ഡയമീറ്ററിൽ കൂടെയാണ് ഇനി ഫ്ലോ നടക്കുന്നത്. അപ്പൊ ഏരിയയിൽ അത്രയും വ്യത്യാസം വന്നു. ഏരിയയിൽ വ്യത്യാസം വരുമ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി കൂടും, നമുക്കറിയാം. സോ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും, അതായത് കൈനറ്റിക് എനർജി കൂടുന്നു. ആ കൈനറ്റിക് എനർജി കൂടുമ്പോൾ ആ കൂടുന്നത് എവിടുന്നാ എടുക്കുക? പ്രഷർ എനർജി. അപ്പൊ പ്രഷർ ഡിഫറൻസ് വരും. സെയിം ആസ് വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്ററിൽ ആ ഒരു 3 സെക്ഷൻ വഴി കൺവേർജിങ്, ത്രോട്ട്, ഡൈവേർജിങ് വഴി സാധിച്ചത് ഇവിടെ ചെറിയൊരു ഹോളിൽ കൂടെ സാധിക്കുന്നു. ആ ഹോളിന്റെ പേരാണ് ഒറിഫൈസ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഒറിഫൈസ് പ്ലേറ്റ്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് കോൺസെൻട്രിക് ഷാർപ്പ് എഡ്ജിനാണ്. കോൺസെൻട്രിക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഈ കാണുന്ന പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിന്റെ കറക്റ്റ് സെന്ററിൽ ഹോള് വരുന്ന പോലെയാണ് നമ്മൾ വെക്കുക. പൈപ്പിന്റെ സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ സർക്കിൾ അല്ലേ? ആ സർക്കിളിന്റെ സെന്ററിൽ തന്നെ ഇതിന്റെ സെന്റർ വരുന്ന പോലെ നമ്മൾ ഒറിഫൈസ് പ്ലേറ്റ് വെക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഷാർപ്പ് എഡ്ജ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് ഷാർപ്പ് എഡ്ജിലും ആവാം, സ്ക്വയറും ആവാം. ബട്ട് നമ്മൾ ഷാർപ്പ് എഡ്ജിൽ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെയാണ് ഷാർപ്പ് എഡ്ജ്. അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഈ പ്ലേറ്റ്. സോ ഇതാണ് ആ ഒറിഫൈസ് ഹോള്. ആ ഒറിഫൈസ് ഹോളിൽ നിന്നൊരു കട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് ഷാർപ്പ് എഡ്ജ് എന്ന് വിളിക്കുന്നത്. സോ ഇത് നിങ്ങളുടെ പൈപ്പാണ്. നിങ്ങൾക്ക് അവിടെ കാണാം, ഇതാണ് പൈപ്പ്. പൈപ്പിൻ്റെ അകത്ത് നമ്മുടെ എന്തുണ്ട്? ഒറിഫൈസ് പ്ലേറ്റ് വെച്ചു. ഇനി വെള്ളം ഒഴുകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വെള്ളം ഒഴുകുന്ന സമയത്ത് നോക്കിക്കോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴുകത്തില്ല അല്ലെ? പൈപ്പിൽ കൂടെ മൊത്തത്തിൽ വെള്ളം ഒഴുകില്ല. ഈ ഒരു പ്ലേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ ഒരു സ്ട്രീം ലൈൻ ഫോം ചെയ്തിട്ടാണ് ഒഴുകുക. സോ ഇവിടെ നിന്ന് ആ വെള്ളത്തിന്റെ സ്ട്രീം ലൈൻസ് കുറഞ്ഞ് കൺവേർജ് ചെയ്യുന്നു. കൺവേർജ് ചെയ്ത് കുറഞ്ഞ് കുറഞ്ഞ് ഏറ്റവും മിനിമം ഏരിയയിൽ എത്തുന്നു. അവിടുന്ന് പിന്നെ അത് ഡൈവേർജ് ചെയ്ത് പൈപ്പിലോട്ട് മാറുന്നു. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും തടസ്സം വെച്ചാൽ ഒഴുകുക. സോ ആ തടസ്സത്തിൽ ഇപ്പൊ ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഹോളിലോട്ട് എത്തുമ്പോൾ പതുക്കെ എന്ത് സംഭവിക്കും? ആ ഫ്ലോ പാത്തിന്റെ ഏരിയ കുറയും. ഏരിയ കുറഞ്ഞു കുറഞ്ഞൊരു മിനിമം ആവും. പിന്നെ അത് കൂടിക്കൂടി ആ പൈപ്പിന്റെ ഡയമീറ്റർ തന്നെ ആയിട്ട് മാറും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഷേപ്പ് കണ്ടാൽ അറിയാം, ഒരു വെഞ്ചുറി മീറ്ററിന്റെ ഇതുപോലെ ആയല്ലേ? വെഞ്ചുറി മീറ്ററിൽ നമ്മൾ അച്ചീവ് ചെയ്ത് എങ്ങനെയായിരുന്നു? എൻറ്റയർ സെക്ഷനെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാക്കി. എങ്ങനെ? ആദ്യം സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, പിന്നെ ഒരു കോൺസ്റ്റന്റ് സൈസ്, പിന്നെ കൂടി വരുന്നു. ഇവിടെ നമ്മൾ അതല്ല ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്തു? ഒരു ഹോള് കൊടുത്തു. ഹോള് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഹോളിലോട്ട് പതുക്കെ പതുക്കെ സ്ട്രീം ലൈൻസ് കൺവേർജ് ചെയ്യുന്നു, പിന്നെ പതുക്കെ പോകുന്നു, പിന്നെ അത് വലുതായിട്ട് ഡൈവേർജ് ചെയ്തിട്ട് പോകുന്നു. സോ സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ജസ്റ്റ് ഡിവൈസിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ ഒറിഫൈസ് മീറ്റർ എന്താണെന്ന്? ഒറിഫൈസ് മീറ്റർ വെഞ്ചുറി മീറ്റർ പോലെ തന്നെ റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. സോ റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യുന്ന 2 സെക്ഷൻസ് എടുത്തിട്ട് നമ്മൾ ബെർണൗളിസ് തിയറി അപ്ലൈ ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഇത് ചീപ്പറാണ്, മറ്റേതിനേക്കാളും ചീപ്പറാണ്. ബാക്കി എല്ലാം സെയിം ആണ്. ജസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചീപ്പറാണ്. ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ സെയിം ആണ്, ഉപയോഗവും സെയിം ആണ്. ദി ഡിഫറൻസ് ഈസ് ദാറ്റ് ഒറിഫൈസ് മീറ്റർ ഈസ് ചീപ്പർ ദാൻ വെഞ്ചുറി മീറ്റർ. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? മറ്റേതിൽ ഒരു ഡിവൈസ് വെച്ച് നമ്മൾ അതിന്റെ ഫ്ലോ പാത്തിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒരു ഹോളെ കൊടുക്കുന്നുള്ളൂ. ആ ഹോൾ അനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ആ എനർജി കൺവേർഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇത് ചീപ്പറാന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്തുള്ളത് ഒരു ഒറിഫൈസ് പ്ലേറ്റ് ആണ്. ആ ഒറിഫൈസ് പ്ലേറ്റിൽ ഒരു ഷാർപ്പ് എഡ്ജിൽ ഹോൾ ഉണ്ടാവും. ആ ഹോൾ യൂഷ്വലി 0.5 ടൈംസ് ഡയമീറ്റർ ഓഫ് പൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ് ഓഫ് ഒറിഫൈസ് മീറ്റർ. അപ്പൊ ഇനി ഒറിഫൈസ് മീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. സോ ഡെറിവേഷൻ ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് വെഞ്ചുറി മീറ്ററിൽ നമ്മൾ ഫോളോ ചെയ്ത ഡെറിവേഷന്റെ ഏകദേശം ഒരേ ടൈപ്പ് സ്റ്റെപ്സ് ആണ്. ഡിഫറൻസ് വരാൻ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അത് നമുക്ക് അപ്പം നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് ദി ഡെറിവേഷൻ. ആ ഡെറിവേഷന്റെ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? നമ്മൾ ഹൊറിസോണ്ടൽ പൈപ്പിൽ ഒറിഫൈസ് മീറ്റർ ഫിക്സ് ചെയ്യുന്നു. സോ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് ഉണ്ട്. ആ പൈപ്പിന്റെ ഡയമീറ്റർ ഡി ആണെന്ന് വിചാരിക്കുക. സോ ഡയമീറ്റർ ഡി ഉള്ള പൈപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒറിഫൈസ് മീറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഒറിഫൈസ് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന വെള്ളം എങ്ങനെയായിരിക്കും? ഇങ്ങനെ പോകുന്നു നമുക്കറിയാം. ഓക്കെ, സോ അതിന്റെ സ്ട്രീം ലൈൻസ് ഇങ്ങനെയാവും. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിള് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് പോകുന്ന വഴിക്കാണ് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറയാം അല്ലെ? സോ സ്ട്രീം ലൈൻസ് ഇങ്ങനെയായിരിക്കും പോവുക. ഓക്കെ, സോ ഒറിഫൈസ് മീറ്റർ ഉണ്ട്. ആ ഒറിഫൈസ് മീറ്റർ നമ്മൾ നമ്മുടെ പൈപ്പിൽ
ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ 2 സെക്ഷൻസ് എടുക്കണം അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു വെഞ്ചുറിമീറ്ററിന്റെ സമയത്ത് 2 സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്യാം. സോ വെഞ്ചുറിമീറ്ററിൽ എവിടെയൊക്കെ നമ്മൾ സെക്ഷൻ എടുത്തു? ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിന്റെ ഇൻലെറ്റിലായിരുന്നു. അതായത് പൈപ്പ് ഡയമീറ്റർ വരുന്ന വെഞ്ചുറിമീറ്ററിലോട്ട് വെള്ളം കടക്കുന്ന ഇൻലെറ്റ് ആയിരുന്നു നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ സെക്ഷൻ, അവിടെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വെഞ്ചുറിമീറ്ററിന്റെ ത്രോട്ട് ആയിരുന്നു. ഓക്കെ, ഒന്ന് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ അന്ന് ഡിറൈവ് ചെയ്ത സമയത്ത് 2 സെക്ഷൻ എടുത്തു. അതിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വെഞ്ചുറിമീറ്ററിന്റെ ഇൻലെറ്റ് ആയിരുന്നു. ഇൻലെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ? വെഞ്ചുറിമീറ്ററിലോട്ട് വെള്ളം കയറുന്ന സ്ഥലം അല്ലെ? സോ അത് ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ഏതായിരുന്നു? വെഞ്ചുറിമീറ്ററിന്റെ നടുക്കത്തെ പോർഷൻ, അതിനെ നമ്മൾ ത്രോട്ട് എന്ന് വിളിക്കും. ത്രോട്ടിലായിരുന്നു അല്ലെ? ഒന്ന് ഫുൾ ഏരിയ ഉള്ള സ്ഥലം, രണ്ടാമത് ചെറിയ ഏരിയ ഉള്ള സ്ഥലം. ഓക്കെ, ഇവിടെയും അതുപോലെ നമുക്ക് 2 സെക്ഷൻ എടുക്കണം ഒറിഫൈസ് മീറ്ററിൽ. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താ? ആ വെഞ്ചുറിമീറ്ററിലുള്ള പോലെ നമുക്ക് 3 പാർട്സ് ഒന്നുമില്ല, ഒറ്റ ഒറിഫൈസേ ഉള്ളൂ. വെള്ളത്തിന്റെ ഷേപ്പാണ് മാറുന്നല്ലേ, വെള്ളം ഫ്ലോ ചെയ്യുന്ന പാത്താണ് മാറുന്നത്. സോ ആ പാത്ത് വെച്ച് നമ്മൾ 2 സെക്ഷൻ എടുക്കണം. ഒരു സ്ഥലത്ത് ഫുൾ ഏരിയ, ഒരു സ്ഥലത്ത് മിനിമം ഏരിയ. സോ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും വെള്ളം ഒഴുകുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഡാം കിട്ടുകയാണെങ്കിൽ ഡാമിന്റെ അപ്സ്ട്രീം എന്ന് പറയുന്നത് വെള്ളം ഒഴുകി വരുന്ന സ്ഥലവും ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ വെള്ളം പോകുന്ന സ്ഥലമായിരിക്കും. അതുപോലെ ഇവിടെ ഒരു റിഫേസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? സോ ഇതിന്റെ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. വെള്ളം എവിടെ നിന്ന് ഒഴുകി വരുന്നു ആ സ്ഥലം അപ്സ്ട്രീം. ഈ വാക്ക് നമ്മൾ കുറെ സ്ഥലത്ത് ഉപയോഗിക്കും, സോ ഓർത്ത് വെക്കുക. സോ റിഫൈസ് പ്ലേറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. റിഫൈസ് പ്ലേറ്റിലോട്ട് വെള്ളം വരുന്ന ഭാഗം അതാണ് അപ്സ്ട്രീം. റിഫൈസ് പ്ലേറ്റിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗം അതാണ് ഡൗൺ സ്ട്രീം. 2 വാക്ക് ഓർത്തിരുന്നാൽ മതി. റിഫൈസ് പ്ലേറ്റിലോട്ട് വെള്ളം വരുന്നത് അപ്സ്ട്രീം, റിഫൈസ് പ്ലേറ്റിൽ നിന്ന് വെള്ളം പോകുന്നത് ഡൗൺ സ്ട്രീം. 2 പാർട്ട് ഓർത്ത് വെക്കുക. Now let's see സെക്ഷൻ 1 എവിടെ എടുക്കണം. സോ സെക്ഷൻ 1 നേരത്തെ എടുത്തത് ഇൻലെറ്റിലായിരുന്നു, അവിടെയായിരുന്നു ഫുൾ ഏരിയ അല്ലേ? അതുപോലെ ഇവിടെ എടുക്കാം. സോ കൺസിഡർ എ സെക്ഷൻ 1 as shown which is at 1.5 to 2 times the pipe diameter at upstream side from the orifice plate. സോ orifice പ്ലേറ്റിന്റെ അപ്സ്ട്രീം സൈഡ് ആണ് ഇവിടെ. ഇവിടെ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യണം സച്ച് ദാറ്റ് ആ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ orifice പ്ലേറ്റിൽ നിന്ന് 1.5 times diameter of pipe to 2 times diameter of pipe. സോ ആ ഒരു റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഏരിയ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെക്ഷൻ എടുക്കുന്നത്. സോ നമ്മുടെ ഒറിഫൈസ് പ്ലേറ്റിൽ നിന്ന് അപ്സ്ട്രീം സൈഡിൽ 1.5 times diameter to 2 times diameter എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ 1 ആയി. സോ അവിടെ ഏരിയ കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ ഒറിഫൈസ് പ്ലേറ്റിൽ നിന്ന് നമ്മൾ ഒരു 1.5 times diameter to 2 times diameter. ആ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ പൈപ്പിന്റെ ഡയമീറ്റർ ആണ് കേട്ടോ. സോ പൈപ്പിന്റെ ഡയമീറ്റർ ഉള്ള ലൊക്കേഷനിലാണ് നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. സോ ഇവിടെയാണ് ഫുൾ ഏരിയ വരുന്നത്. രണ്ടാമത്തെ ഏരിയ എവിടെയാണ് വരണ്ടേ? മിനിമം ഏരിയ ഉള്ള സ്ഥലത്ത് അല്ലെ? ഇവിടെ നിങ്ങൾ ഈ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, വെള്ളം ഇങ്ങനെ കൺവേർജായി ഈ ഒരു ഒറിഫൈസ് കഴിഞ്ഞ് കുറച്ച് കഴിയുന്ന സ്ഥലത്ത് മിനിമം ഏരിയ വരുന്നുണ്ട്. ഈ ഫ്ലോ പാത്തിന്റെ മിനിമം ഏരിയ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ എടുക്കുന്നത്. സോ മിനിമം ഏരിയ യൂഷ്വലി വരിക പൈപ്പ് ഡയമീറ്ററിന്റെ 0.5 times. ഓക്കെ, കൺസിഡർ എ സെക്ഷൻ 2 as shown which is at a distance of about half the diameter of the pipe. പൈപ്പിന്റെ ഹാഫ് ഡയമീറ്റർ ഉള്ള ഡിസ്റ്റൻസിലായിരിക്കും യൂഷ്വലി ഈ മിനിമം ഏരിയ വരിക. നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ഒറിഫൈസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ഒരു ഫ്ലോ പാത്തും ആ ഒരു സെക്ഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് പറയാം. ഇപ്പൊ ഒറിഫൈസ് മീറ്ററിൽ നിങ്ങൾ ഇത്ര തന്നെ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ സെക്ഷൻ എടുക്കുന്ന എവിടെയാണോ? നമ്മുടെ ഒറിഫൈസിന്റെ അപ്സ്ട്രീം സൈഡിൽ 1.5 times diameter to 2 times diameter. ഓക്കെ, അത് സെക്ഷൻ 1. ഇനി ഒറിഫൈസിന്റെ രണ്ടാമത്തെ സെക്ഷൻ എടുക്കുന്നത് ഒറിഫൈസിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലോട്ട് D/2 ഡിസ്റ്റൻസിൽ. അപ്പൊ നമുക്ക് 2 സെക്ഷൻ കിട്ടി. ഒരു സ്ഥലത്ത് കൈനറ്റിക് എനർജി കുറവാണ്, രണ്ടാമത്തെ സൈഡിൽ കൈനറ്റിക് എനർജി കൂടുതലാണ്. കാരണം എന്താ? ഏരിയ കുറയുന്നു. ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടും. സോ ആ കൂടുതൽ വരുന്ന എവിടുന്ന? പ്രഷർ കുറയുമ്പോഴാണ്. സോ 1-1 പ്രഷർ കുറവാണ്, 1-1 പ്രഷർ കൂടുതലാണ്, 2-2 പ്രഷർ കുറവാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ വെഞ്ചുറിമീറ്ററിലും നമ്മൾ ഡിസ്കസ് ചെയ്ത. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ 2 സെക്ഷൻസ് എടുക്കുക. അപ്പൊ നമ്മൾ സെക്ഷൻസ് എടുത്തു. ഇതിന്റെ ഓരോന്നിന്റെയും നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുമ്പോൾ എടുക്കുന്ന കുറച്ച് പാരാമീറ്റർ നോക്കാം അല്ലെ? അപ്പൊ ഡി നമ്മൾ പറഞ്ഞ പോലെ ഡയമീറ്റർ ഓഫ് പൈപ്പ് ആണ്. A1 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് സെക്ഷൻ 1. സോ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ്. A1 is the area of cross section at section 1. ഇനി V1 എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1. സോ A1 area of cross section at section 1. V1 is the average velocity of flow at section 1.
P1 എന്ന് പറഞ്ഞാൽ പ്രഷർ അറ്റ് സെക്ഷൻ 11, Z1 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് പൈപ്പ് ഫ്രം ഡാറ്റം അറ്റ് സെക്ഷൻ 11, H എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻസ് 11 ആൻഡ് 22. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. അതിൽ ത്രോട്ടും ഇൻലെറ്റും ആയിരുന്നു എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ നമ്മൾ 11ഉം 22 എടുക്കുന്നു. സോ എ എന്ന് പറഞ്ഞാൽ ഏരിയ, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, പി എന്ന് പറഞ്ഞാൽ പ്രഷർ, സെഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഫ്രം ദ ഡാറ്റം. ഇത് ഫസ്റ്റ് സെക്ഷനിലും ഉണ്ട്, സെക്കൻഡ് സെക്ഷനിലും ഉണ്ട്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു മാനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാനോമീറ്റർ കണക്ട് ചെയ്യുമ്പോഴുള്ള ഹെഡ് ഡിഫറൻസ് അല്ലെ, മാനോമീറ്റർ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റീഡിങ് കിട്ടും. അപ്പോൾ 11ഉം 22ഉം തമ്മിലുള്ള ഡിഫറൻസ് അത് ഈ ലിക്വിഡിന്റെ ടേംസിൽ എഴുതുന്നതാണ് എച്ച്. നമ്മൾ മാനോമീറ്ററിൽ റീഡ് ചെയ്ത് കിട്ടുന്നതാണ് എക്സ്. ഇതൊക്കെ വെഞ്ചുറിമീറ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് എച്ച് എക്സ് തമ്മിലുള്ള റിലേഷൻ ഒക്കെ നമ്മൾ കണ്ടില്ലേ? സെയിം സാധനം തന്നെ. ഇപ്പോൾ 11ഉം 22ഉം തമ്മിൽ പ്രഷർ ഹെഡ് വേരിയേഷൻ മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു. ആ മാനോമീറ്ററിൽ ഫ്ലൂയിഡിന്റെ ഡിഫ്ലക്ഷൻ വെച്ച് നമ്മൾ ആ ഹെഡ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതാണ് എച്ച്. സോ ഇത്രയും ബേസിക് കാര്യങ്ങൾ നമുക്ക് ഡെറിവേഷൻ ആവശ്യമുണ്ട്. ഇനി നമ്മൾ ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്യാം. സോ വാട്ട് ഈസ് ബെർണൗളിസ് തിയറം? സെക്ഷൻ 11ലെയും സെക്ഷൻ 22ലെയും ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. അതാണ് ബെർണൗളിസ് തിയറം. നമുക്കറിയാം അല്ലെ, 11ഉം 22ലും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. സെക്ഷൻ 11ൽ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, ഡാറ്റം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, അത് രണ്ട് സ്ഥലത്തും രണ്ട് ഹെഡും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. So total head at left side is equal to total head at right side എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 11ലെയും 22ലെയും ടോട്ടൽ ഹെഡ് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ എഴുതി. പിന്നെ എന്തായിരുന്നു നമ്മൾ വെഞ്ചുറിമീറ്ററിന്റെ കേസ് ചെയ്തത്? ഇവിടെ Z1ഉം Z2ഉം പൈപ്പ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് സെയിം ആണ് അല്ലെ. പൈപ്പ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഡാറ്റത്തിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലായിരിക്കുമല്ലോ. സോ Z1 ഈസ് ഈക്വൽ ടു Z2. ഇപ്പൊ Z1 Z2 ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, നമുക്കറിയാം. സോ P1 by rho g plus V1 square by 2g is equal to P2 by rho g plus V2 square by 2g. സോ പൈപ്പ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് Z1ഉം Z2ഉം ക്യാൻസൽ ആയി പോകുന്നു. We will get this equation like this. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രഷറിന്റെ ടേംസ് മുഴുവൻ ഒരു സൈഡിലാക്കും, വെലോസിറ്റിന്റെ ടേംസ് മുഴുവൻ ഒരു സൈഡിലാക്കും. പ്രഷർ ഒരു ടേമിലാക്കും, വെലോസിറ്റി വേറൊരു സൈഡിലാക്കും അല്ലെ. സോ P1 minus P2 by rho g is equal to V2 square minus V1 square by 2g അല്ലെ. പ്രഷർ ഒരു സൈഡിലാക്കി, വെലോസിറ്റി ഒരു സൈഡിലാക്കി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ P1 minus P2 by rho g is equal to V2 square minus V1 square by 2g. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് P1 by rho g minus P2 by rho g. ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് P1 by rho g, വാട്ട് ഈസ് P2 by rho g? P1 by rho g എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 11ലെ പ്രഷർ ഹെഡ് ആണ് അല്ലെ. P2 by rho g എന്ന് പറഞ്ഞാൽ സെക്ഷൻ 22ലെ പ്രഷർ ഹെഡ് ആണ്. സോ P1 minus P2 by rho g എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെക്ഷൻസ് തമ്മിലുള്ള പ്രഷർ ഹെഡ് ഡിഫറൻസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എച്ച് എന്ന് വിളിക്കുക അല്ലെ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെഞ്ചുറിമീറ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. So we know P1 minus P2 by rho g is the difference of pressure heads at section 1 and 2. അത് റെപ്രസെന്റ് ചെയ്യുന്ന എച്ച് ആണ്. നമുക്ക് P1 minus P2 by rho g ക്ക് പകരം എന്ത് എഴുതാം? എച്ച് എന്ന് എഴുതാം. സോ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? H is equal to V2 square minus V1 square by 2g. H is equal to V2 square minus V1 square by 2g. അല്ലെങ്കിൽ V2 square minus V1 square is equal to 2gh. So V1 square, sorry, V2 square minus V1 square is equal to 2gh. ഇവിടം വരെ നമ്മൾ വെഞ്ചുറിമീറ്റർ വരെ ചെയ്തതായിട്ട് യാതൊരു വ്യത്യാസമില്ല. നമ്മൾ രണ്ട് സെക്ഷൻ എടുത്തു, രണ്ട് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്തു. ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് Z1 Z2 ക്യാൻസൽ ചെയ്തു, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അതിൽ P1 minus P2 by rho g h ആണെന്ന് നമുക്കറിയാം. സോ H is equal to V2 square minus V1 square by 2g എന്ന് എഴുതി. From that V2 square minus V1 square is equal to 2gh. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇക്വേഷൻ എഴുതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. വാട്ട് വാസ് ദ വാല്യൂ ഓഫ് ഡിസ്ചാർജ്? ഡിസ്ചാർജ് എത്രയായിരിക്കുന്നു? CD into A1 A2 by root of A1 square minus A2 square into 2gh അല്ല, സ്ക്വയർ റൂട്ട് ഓഫ് 2gh. അവിടെ ആകെ A1ഉം A2ഉം മാത്രമേ ഉള്ളൂ. A1 A2 H ഇത് മാത്രമേ ഉള്ളൂ. അവിടെ A1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ
ഇൻലെറ്റിന്റെ ഡയമീറ്റർ, ഇൻലെറ്റിന്റെ ഏരിയ നമുക്ക് പൈപ്പിന്റെ ഡയമീറ്റർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. A2 എന്ന് പറഞ്ഞാൽ ത്രോട്ടിന്റെ ഏരിയ. സോ ത്രോട്ടിന്റെ ഡയമീറ്റർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഒരു വെഞ്ചുറിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയമീറ്റേഴ്സ് ഒക്കെ നമുക്കറിയാം. സോ നമുക്ക് ആ ഇക്വേഷൻ മതി യൂസ് ചെയ്യാൻ. സോ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ ഇക്വേഷൻ 1-1ന്റെയും 2-2ന്റെയും ഏരിയ വെച്ചുള്ള ഇക്വേഷൻ ആയിരിക്കും, A1ഉം A2. പക്ഷേ ഈ ഫിഗറിൽ നോക്കുക, A1 ഈസ് ഓക്കെ അല്ലെ? A1 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മുടെ പൈപ്പിന്റെ ഡയമീറ്റർ ആണ്. A2 എന്ന് പറഞ്ഞാൽ പക്ഷെ എന്താ? നമ്മുടെ ഒറിഫൈസിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ? സെക്ഷൻ 2-2ലുള്ള ഏരിയ ആണ്. ആ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതാണ് എന്റെ ചോദ്യം. നമ്മൾ പൈപ്പിന്റെ ഡയമീറ്റർ നമുക്കറിയാം. സോ ഒറിഫൈസ് വെക്കുമ്പോൾ വെള്ളം ഒഴുകുന്ന സമയത്ത് ഒറിഫൈസ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ചെറിയ ഏരിയ ഫോം ചെയ്യും. ആ ഏരിയ ആണ് A2 എന്ന് പറയുന്നത്. പക്ഷെ ആ ഏരിയ മെഷർ ചെയ്യാൻ നമുക്ക് വഴിയൊന്നും ഇല്ല. അപ്പൊ നമുക്ക് A1ന്റെയും A2ന്റെയും ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ചെയ്യാൻ പറ്റില്ല. A1 നമുക്ക് അറിയുള്ളൂ, A2 നമുക്ക് അറിയത്തില്ല. സോ നമുക്ക് ഈ A2നെ നമുക്ക് അറിയാവുന്ന ഒരു ഏരിയയിലോട്ട് മാറ്റണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? A2നെ അറിയാവുന്ന ഒരു ഏരിയയിലോട്ട് മാറ്റണം. ആ അറിയാവുന്ന ഏരിയ ഏതാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒറിഫൈസ് ഉണ്ട് അല്ലെ? ഒറിഫൈസ് ഉണ്ടാക്കുന്നത് ഒരു ഒറിഫൈസ് പ്ലേറ്റ് വെച്ചാണല്ലോ. ആ ഒറിഫൈസ് പ്ലേറ്റിന്റെ നടുക്കുള്ള ഡയമീറ്റർ, ആ ഹോളിന്റെ ഡയമീറ്റർ നമുക്കറിയാലോ. ഹോളിന്റെ ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഒറിഫൈസിന്റെ ഏരിയ നമുക്കറിയാം. സപ്പോസ് ഏരിയ ഓഫ് ഒറിഫൈസ് A0 ആണെന്ന് വിചാരിക്കാം. ഏരിയ ഓഫ് ഒറിഫൈസ് എന്താണ്? A0. സോ ഒറിഫൈസ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകുന്ന സമയത്ത് ഏറ്റവും മിനിമം ഏരിയയിൽ എത്തുന്നതാണ് A2. സോ ഏരിയ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ? സോ ദർ ഈസ് എ കോൺട്രാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. ഒറിഫൈസിൽ നിന്ന് നമ്മുടെ മിനിമം ഏരിയയിൽ എത്തുമ്പോൾ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഏരിയ കോൺട്രാക്ഷൻ കാണിക്കാൻ വേണ്ടി സാധാരണ ഒരു കോഎഫിഷ്യന്റ് അപ്ലൈ ചെയ്യും. ആ കോഎഫിഷ്യന്റെ പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഈ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഒക്കെ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇപ്പൊ അറിഞ്ഞു വെക്കുക. സോ ഒറിഫൈസിൽ നിന്ന് ഈ ചെറിയ ഏരിയ ഉള്ള സെക്ഷനിൽ എത്തുമ്പോൾ ഏരിയ കുറയുന്നുണ്ട്. ആ കോൺട്രാക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മളൊരു കോഎഫിഷ്യന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോഎഫിഷ്യന്റെ പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ CC is equal to A2/A0. A2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും മിനിമം ഏരിയ. A0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒറിഫൈസിന്റെ ഏരിയ. സോ ഒറിഫൈസിന്റെ ഏരിയ നമുക്കറിയാം. CC ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതിന് മാനുഫാക്ചറർ തരും. അപ്പൊ CCയും A0ഉം അറിയാം. നമുക്ക് അറിയാത്ത A2ന് എന്തിന്റെ ടേംസിലാക്കുക? CCന്റെയും A0ന്റെയും ടേംസിലാക്കുക. സോ A2 is equal to CC A0. Coefficient of contraction CC equal to A2/A0. That is A2 is equal to CC A0. സോ ഒരു ചെറിയ കളക്ഷൻ ലോസ് സംഭവിച്ചതാണ്. നമുക്ക് മനസ്സിലായി CCന്റെയും A0ന്റെയും ടേംസിലോട്ട് നമ്മൾ A2നെ മാറ്റുന്നു. കാരണം എന്താ പറഞ്ഞ? A2 എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ഏറ്റവും ചെറിയ സെക്ഷന്റെ ഏരിയ ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ നിർവാഹമില്ല. സോ അതിനുവേണ്ടി നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ട് കണ്ടുപിടിച്ച ഒരു കോഎഫിഷ്യന്റ്, അതാണ് CC. ആ CC വെച്ചും നമ്മുടെ ഒറിഫൈസിന്റെ ഏരിയ വെച്ചും നമ്മൾ A2നോട്ട് മാറ്റുന്നു. ഇനി നമ്മുടെ പഴയ സ്റ്റെപ്സ് തന്നെയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വെഞ്ചുറിമീറ്ററിൽ ചെയ്ത അതേ സ്റ്റെപ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് A1 V1 എന്ന് പറഞ്ഞാൽ A2 V2 ആണ് അല്ലെ? A1 V1 is equal to A2 V2. സോ V1 എന്ന് പറയുന്നത് A2 V2/A1. A1 V1 is equal to A2 V2. From that you get V1 is equal to A2 V2/A1. ഓക്കെ, ഇതിൽ നമുക്കറിയാം A2ന് പകരമാണ് നമ്മൾ പുതിയൊരു സാധനം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, CC A0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു ഗെറ്റ് V1 is equal to CC A0 V2/A1. സോ A2ന് പകരം CC A0 V2/A1 എന്ന് എഴുതി, ബിക്കോസ് A2 is equal to CC A0. സോ നമ്മളിപ്പോൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. ബെർണൗളിസ് ഇക്വേഷൻ വെച്ച് V2² - V1² is equal to 2GH എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്താൽ നമുക്ക് A1ന്റെയും A2ന്റെയും ടേംസിലുള്ള ഇക്വേഷൻ ആണ് കിട്ടുക. സോ A2 അല്ല നമുക്ക് വേണ്ടത്. ആ ഒരു ഡിഫറൻസ് ആണ് ഒറിഫൈസ് മീറ്ററിൽ വരുന്നത്. ഇവിടുത്തെ A2 എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ ത്രോട്ട് ഡയമീറ്റർ അല്ല. ത്രോട്ട് ഡയമീറ്ററിന്റെ പ്രത്യേകത എന്താ? ആ മാനുഫാക്ചർ നമുക്ക്, അല്ലെങ്കിൽ ആ വെഞ്ചുറിമീറ്റർ മെഷർ ചെയ്താലൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ വെള്ളം ഫ്ലോ ചെയ്യുന്ന ഏരിയ ആണ്, അത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന ഏരിയയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. സോ അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഉപയോഗിക്കുന്നു. അത് വെച്ച് നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതുന്നു. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സോ യു ഗോട്ട് V1 is equal to CC A0 V2/A1. ഓക്കെ,
സോ നമ്മുടെ ഇക്വേഷൻ 1 ഇതാണ്, v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh. ഇനി v1 എന്ന് പറഞ്ഞാൽ cc a0 v2 ബൈ a1. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലെ v1 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1 അല്ലെ. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? v2 സ്ക്വയർ മൈനസ് v1 പകരം cc a0 v2 ബൈ a1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. v2 സ്ക്വയർ എടുത്തു, v2 സ്ക്വയർ നമ്മൾ പുറത്തെടുത്തു. ഇവിടെ ഒരു v2 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു v2 സ്ക്വയർ ഉണ്ട് അല്ലെ. ഇതിന്റെ സ്ക്വയർ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു v2 സ്ക്വയർ വന്നില്ലേ. സോ രണ്ട് v2 സ്ക്വയർ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് cc സ്ക്വയർ ഡിവൈഡഡ് ബൈ a0 ബൈ a1 ഓൾ സ്ക്വയർ. മനസ്സിലായല്ലോ അല്ലെ. v2 സ്ക്വയർ പുറത്തെടുത്തു. സോ യു ഗെറ്റ് 1 മൈനസ് cc സ്ക്വയർ ഇൻറ്റു a0 ബൈ a1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh. ഇതിനകത്ത് നമുക്ക് v2 സ്ക്വയർ എന്താണ്? 2gh ബൈ 1 മൈനസ് cc സ്ക്വയർ ബൈ a0 ബൈ a1. ഈ സാധനത്തിലെ ഡിനോമിനേറ്ററിലോട്ട് എടുക്കുക, ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തിട്ട്. So the velocity of flow at section 22, velocity of flow at section 22 is equal to root 2gh by root of 1 minus cc square into a0 by a1 on all square. So velocity of flow. ഇത്രയും സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. നിങ്ങൾ വെഞ്ചുറി മീറ്റർ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ആദ്യം നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, അത് കഴിഞ്ഞ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കുന്നു, ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 22 ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഇത് തന്നെയാണ് അവിടെയും ചെയ്തത്. ഇവിടെ വ്യത്യാസം വന്നത് എന്തേ ഉള്ളൂ? സെക്ഷൻ 22 ഏരിയ മാറ്റി നമ്മൾ ഒറിഫൈസിന്റെ ഏരിയയിലോട്ട് കൊണ്ടുവരുന്നു, അത്രയും വ്യത്യാസമേ ഉള്ളൂ. ലെറ്റ് us see. സോ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 22 ഇതാണ്. സോ വെലോസിറ്റിന്റെ ഇക്വേഷൻ കിട്ടി. വെലോസിറ്റി കിട്ടിയാൽ എങ്ങനെയാണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞു ഒറിഫൈസ് മീറ്റർ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. സോ വെലോസിറ്റിന്ന് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ Q ഈസ് ഈക്വൽ ടു AV അല്ലെ. സോ Q ഈസ് ഈക്വൽ ടു A2 V2. സോ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ V2 എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, A2 എന്ന് പറഞ്ഞാൽ എന്താണ്? cc a0 ആണ്, നമുക്കറിയാം. സോ cc a0 ഇൻറ്റു V2 ആണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ ഡിസ്ചാർജ്? A2 is cc a0 ഇൻറ്റു V2. V2ന്റെ ഇക്വേഷൻ റൂട്ട് 2gh ബൈ 1 മൈനസ് cc സ്ക്വയർ a0 ബൈ a1 ഓൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 3. ഓക്കെ, ഇതിലൊരു സി സി ഉണ്ടല്ലേ. നമ്മൾ ഇനി സി സിനെ ഒഴിവാക്കാൻ പോകും. അടുത്ത ഡിഫറൻസ് വരുന്നത് ഇവിടെയാണ്. സി സിനെ നമ്മൾ ഒഴിവാക്കാൻ പോകുന്നു. ഈ സി സിനെ ഒഴിവാക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പുതിയൊരു റിലേഷൻ നമ്മൾ പഠിക്കണം. അതായത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD എന്നൊരു വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വെഞ്ചുറി മീറ്ററിന്റെ CD നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ നമുക്ക് ഒറിഫൈസ് മീറ്ററിനും ഒരു CD എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഉണ്ട്. ഈ CD എന്തിനാ യൂഷ്വലി ഉപയോഗിക്കുക? തിയററ്റിക്കൽ ഡിസ്ചാർജിൽ നിന്ന് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പം ഈ CDയും CCയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട, ആ റിലേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. സോ CD CC തമ്മിലുള്ള റിലേഷൻ ഇതാണ്. CD ഈസ് ഈക്വൽ ടു CC ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് a0 ബൈ a1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് cc സ്ക്വയർ ഇൻറ്റു a0 ബൈ a1 ഓൾ സ്ക്വയർ. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് CD ഈസ് ഈക്വൽ ടു CC ഇൻറ്റു റൂട്ട് ഓഫ് a1 മൈനസ് a0 by a1 all square divided by root of 1 minus cc square into a0 by a1 all square എന്ന് കിട്ടി. പിന്നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. സോ വാട്ട് ഈസ് യുവർ CC? CC is equal to CD into root of 1 minus cc square into a0 by a1 all square divided by root of 1 minus a0 by a1 all square, which is your equation 4. സോ അതിലൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ CC എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ ഈ ഇക്വേഷൻ 3യിലെ ഈ ഒരു CCക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് 4 3. സോ ഈ ഇക്വേഷൻ എടുത്ത് നമ്മൾ ഈ CCക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് യു ഗെറ്റ്? Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് cc സ്ക്വയർ ഇൻറ്റു a0 ബൈ a1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് a0 ബൈ a1 സ്ക്വയർ. സോ ഈ CCക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ യു ഗെറ്റ് ദിസ് പോർഷൻ. പിന്നെ ബാക്കിയുള്ള എന്താ? ഒരു a0 ഉണ്ട്, ഒരു റൂട്ട് 2gh ഉണ്ട്, ഒരു റൂട്ട് ഓഫ് 1 മൈനസ് cc സ്ക്വയർ ഇൻറ്റു a0 ബൈ a1 ഓൾ സ്ക്വയർ ഉണ്ട് അല്ലേ. നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഡിസ്ചാർജിന്റെ ഇക്വേഷനിൽ 2-3 CC ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ CDയും CCയും തമ്മിലുള്ള ഒരു റിലേഷൻ എടുക്കുന്നു. ആ റിലേഷൻ വെച്ച് CCക്ക് ഒരു ഇക്വേഷൻ എഴുതുന്നു. ആ CCന്റെ ഇക്വേഷൻ നമ്മുടെ ഡിസ്ചാർജിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഇതും ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും. രണ്ട് സെയിം ആണല്ലേ, രണ്ട് ക്യാൻസൽ ആയി പോയി. സോ യു ഗെറ്റ് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു CD ഇൻറ്റു a0 ഇൻറ്റു റൂട്ട് 2gh ബൈ റൂട്ട് ഓഫ് 1 മൈനസ് a0 ബൈ a1 ഓൾ സ്ക്വയർ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ a1 സ്ക്വയർ മൈനസ് a0 സ്ക്വയർ ബൈ a1 സ്ക്വയർ. സോ a1 സ്ക്വയർ മൈനസ് a0 സ്ക്വയർ ഡിവൈഡഡ് ബൈ
A1 square അല്ലെ CD into A0 into root 2GH divided by A1 square minus A0 square by A1 square. So denominator ഒരു A1 square ഉണ്ടല്ലേ അത് മേലോട്ട് എത്തുമ്പോൾ എന്താവും A1 ആവും. So you get CD into A1 A0 by root of A1 square minus A0 square into root 2GH. So what is the discharge? Actual discharge of liquid flowing through the pipe in case of orifice meter is CD into A1 A0 divided by root of A1 square minus A0 square into root 2GH, where A1 is the area of cross section at section 11, A0 is the area of orifice, CD is the coefficient of discharge for orifice meter, G is the acceleration due to gravity, H is the difference in pressure between 1 and 2. Okay. So ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ഇക്വേഷൻ ഫോർ ഒറിഫൈസ് മീറ്റർ. സോ നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്താൽ മതി. രണ്ട് വെഞ്ചറി മീറ്ററിന്റെ ഒറിഫൈസ് മീറ്ററിന്റെ ഡെറിവേഷൻസ് സെയിം ആണ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സി സിന്റെ ഇക്വേഷൻ, രണ്ടാമത്തത് സി 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 ഡി തമ്മിലുള്ള റിലേഷൻ ഒറിഫൈസ് മീറ്ററിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇതേപോലത്തെ ഒരു ഇക്വേഷൻ ആയിരുന്നു നമ്മൾ വെഞ്ചറി മീറ്ററിനും ഡിറൈവ് ചെയ്തത് അല്ലേ? ഓർത്ത് നോക്കി, വെഞ്ചറി മീറ്ററിന്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, സി ഡി ഇൻറ്റു A1 A2 ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2G. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, സി ഡി ഇൻറ്റു A0 ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2G. രണ്ട് ഇക്വേഷൻ ഏകദേശം ഒരുപോലെ ഇല്ലേ? ഓക്കെ, A1 A2 A1 A2 A1 A0 A1 A0. സോ ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഓർത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, A1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെക്ഷന്റെ ഏരിയ. ആദ്യത്തെ സെക്ഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വെഞ്ചറി മീറ്ററിന്റെ കേസിൽ അത് ഇൻലെറ്റ് ആണ്. ഒറിഫൈസ് മീറ്ററിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 ടൈംസ് ഡി ടു 2 ടൈംസ് ഡി അവിടെയുള്ള സെക്ഷൻ യൂഷ്വലി പൈപ്പ് ഡയമീറ്റർ വരെ, അപ്പോൾ പൈപ്പിന്റെ ഏരിയ തന്നെയാണ്. സോ രണ്ട് കേസിലും A1 എന്ന് പറഞ്ഞാൽ പൈപ്പിന്റെ ഏരിയ ആണ്. ഇനി A2, വെഞ്ചറി മീറ്ററിന്റെ കേസിൽ A2 എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രോട്ട്. രണ്ടാമത്തെ സെക്ഷൻ എടുക്കുന്നത് ത്രോട്ടിനാണ്, അതുകൊണ്ട് A2 വരുന്നു. നമ്മൾ ഒറിഫൈസ് മീറ്ററിലോട്ട് വരുമ്പോൾ രണ്ടാമത്തെ സെക്ഷൻ അല്ല നമ്മൾ പറയുന്നത്, രണ്ടാമത് എടുക്കുന്നത് ഒറിഫൈസിലെ ഏരിയ ആണ് A0. സോ A2 മറ്റേ സെക്ഷൻ ആയതുകൊണ്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു അല്ല ഡെറിവേഷനിൽ. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ എന്താണ്, ഒറിഫൈസിന്റെ ഏരിയ. സോ ഒന്നാമത്തത് നമ്മുടെ പൈപ്പിന്റെ ഡയമീറ്റർ, രണ്ടാമത്തത് ഏരിയ A2 എന്ന് പറഞ്ഞാൽ വെഞ്ചറി മീറ്ററിൽ ത്രോട്ടിന്റെ, ഒറിഫൈസ് മീറ്ററിൽ ഒറിഫൈസിന്റെ. അത് രണ്ടും ഓർത്തിരുന്നാൽ മതി. ബാക്കി എല്ലാം സെയിം ആണ്. റൂട്ട് 2GH. ജി നിങ്ങൾക്ക് അറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എച്ച് എന്ന് പറഞ്ഞാൽ വെഞ്ചറി മീറ്ററിന്റെ കേസിൽ ഇൻലെറ്റും ത്രോട്ടും തമ്മിൽ നമ്മളൊരു പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന ആ പ്രഷർ ഡിഫറൻസ് ആണ് വെഞ്ചറി മീറ്ററിൽ എച്ച്. ഇവിടെ ഇൻലെറ്റും ത്രോട്ടും അല്ല, പകരം എന്താണ് നമ്മുടെ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം അത് തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. സോ രണ്ട് ഇക്വേഷനും ഓൾമോസ്റ്റ് സെയിം ആണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് എച്ച് വേണം അല്ലേ? എച്ച് യൂഷ്വലി എങ്ങനെ കണ്ടുപിടിക്കുക? പൈപ്പ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. മാനോമീറ്റർ വെച്ചാണ് യൂഷ്വലി കണ്ടുപിടിക്കുക, ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സോ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ലിക്വിഡ് ഹെവി ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? H is equal to x into SH minus S0 minus 1. ഇനി ലൈറ്റ് ആണെങ്കിൽ H is equal to x into 1 minus S1 by S0. സോ ഇതിന്റെ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് കൂടുതൽ പറയുന്നില്ല. ഇനി അതല്ല, പ്രഷറിന്റെ ടേംസ്, പ്രഷറാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പ്രഷറിന്റെ ടേംസിൽ എങ്ങനെ കാണും? P1 minus rho g minus P2 by rho g. സോ പൈപ്പ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ എച്ച് ഈ രീതി കണ്ടുപിടിക്കാം. പ്രഷറാണ് തന്നിരിക്കുന്നെങ്കിൽ P1 minus rho g by minus P2 by rho g എന്ന് കണ്ടുപിടിക്കാം. അല്ല, മാനോമീറ്ററിന്റെ ഡിഫ്ലക്ഷനാണ് തന്നിരിക്കുന്നെങ്കിൽ അതിനാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുക. ആ എക്സിനെ എച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി പൈപ്പ് ഇൻക്ലൈൻഡ് ആണെന്ന് വിചാരിക്കാം. ഇതുവരെ പറഞ്ഞെല്ലാം ഹൊറിസോണ്ടൽ ആണ് അല്ലേ? സോ പൈപ്പ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കളഞ്ഞ Z1 Z2 തിരിച്ചു വരും. ഇവിടെ Z1 Z2 ഇല്ലല്ലോ, അത് തിരിച്ചു വരും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പൈപ്പ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആ Z1ഉം Z2ഉം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വരും. സോ H is equal to P1 by rho g plus Z1 minus P2 by rho g plus Z2. സോ ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്, പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. ജസ്റ്റ് നമുക്ക് രണ്ട് പ്രോബ്ലംസ്, സിമ്പിൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കാം. So first question, an orifice meter with orifice diameter 10 cm is inserted in a pipe of 20 cm diameter placed horizontal. The pressure gauges fitted at upstream and downstream of the orifice meter given readings of 19.62 Newton per centimeter square and 9.81 Newton per centimeter square respectively. Coefficient of discharge for orifice meter is 0.6. Find the discharge of water through the pipe. Okay. നമുക്ക് നോക്കാം.
സോ യു ഹാവ് ആൻ ഒറിഫൈസ് മീറ്റർ. അതിന്റെ ഒറിഫൈസിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു. ഇനി അത് ഇൻസേർട്ട് ചെയ്ത പൈപ്പിന്റെ ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ D1 എന്താണ്? 20 സെന്റിമീറ്റർ, ഒറിഫൈസ് ഡയമീറ്റർ 10 സെന്റിമീറ്റർ. സോ D0 അല്ലെങ്കിൽ D ഒറിഫൈസ് 10 സെന്റിമീറ്റർ, DO 10 സെന്റിമീറ്റർ ആണ്. D1 എന്ന് പറഞ്ഞാൽ പൈപ്പ് ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. സോ D0യും D1 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A0യും A1 കണ്ടുപിടിക്കാം അല്ലേ? സോ വാട്ട് ഈസ് A0? π/4 10 സ്ക്വയർ. സോ π/4 10 സ്ക്വയർ 78.54 സെന്റിമീറ്റർ സ്ക്വയർ. D1 കിട്ടിക്കഴിഞ്ഞാൽ A1 കണ്ടുപിടിക്കാം. π/4 20 സ്ക്വയർ, ദാറ്റ് ഈസ് 314.16 സെന്റിമീറ്റർ സ്ക്വയർ. സോ A0യും A1 കിട്ടി, D0 D1 നിന്ന്. ഓക്കെ, ഇനി പ്ലേസ്ഡ് ഹൊറിസോണ്ടൽ ആണ്. സോ ഹൊറിസോണ്ടൽ പൈപ്പ് ആണ്, അതിന്റെ ആവശ്യം എവിടെയെന്ന് നമുക്കറിയാം. ഇനി പ്രഷർ ഗേജസ് ഫിറ്റഡ് അറ്റ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ്. സോ നേരത്തെ പോലെ ഒരു മാനോമീറ്റർ വെച്ചല്ല ഇവരിവിടെ പറയുന്നത്, പ്രഷർ ഗേജ് ആണ് കണക്ട് ചെയ്തത്. സോ പ്രഷർ ഗേജ് ഡയറക്റ്റ് ആയിട്ട് പ്രഷർ ഇന്റൻസിറ്റി തരും. അതായത് ഒന്നാമത്തെ സെക്ഷനിൽ അപ്സ്ട്രീമിലാണ് ഒന്നാമത്തെ സെക്ഷൻ, ഡൗൺ സ്ട്രീമിലാണ് രണ്ടാമത്തെ സെക്ഷൻ. സോ P1 എന്ന് പറയുന്നത് എത്രയാണ്? 19.62 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. സോ P1 ഈസ് 19.62 സെന്റിമീറ്റർ സ്ക്വയർ. P2 ഈസ് 9.81 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. P1 is 19.62 Newton per centimeter square. P2 is 9.81 Newton per centimeter square. Okay, P1 ഉം P2 ഉം തന്നു. ഇനി തന്നിരിക്കുന്നത് എന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫൈസ് മീറ്റർ. അതിനെ നമ്മൾ എന്താ വിളിക്കുക? CD. CD is equal to 0.6. എന്ത് കണ്ടുപിടിക്കണം? ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ A0 A1 by root of A0 square, sorry, A0 A1 by root of A1 square minus A0 square into root 2 GH. H വേണം, H നമുക്ക് അറിയത്തില്ല. സോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? H ആണ് അല്ലേ? സാധാരണ രണ്ട് രീതിയിൽ നമ്മൾ H കണ്ടുപിടിക്കുന്നു പറഞ്ഞു. ഒന്ന്, മാനോമീറ്റർ ആണെങ്കിൽ നമ്മൾ ആ കൺവേർഷൻ ഫോർമുല H is equal to X into SH minus SO minus 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കും അല്ലെ? ഇവിടെ അതല്ല, നമുക്ക് തന്നിരിക്കുന്ന പ്രഷർ ആണ്, ഹൊറിസോണ്ടൽ പൈപ്പ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? H is equal to P1 minus rho G minus P2 by rho G. H is equal to P1 by rho G minus P2 by rho G. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 10⁴ ഉപയോഗിക്കാൻ കാരണം എന്താ? ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിന് ഞാൻ മീറ്റർ സ്ക്വയറിലാക്കുന്നു. കാരണം 1000 kg/m³ ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. G 9.81 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫൈൻ ഡിസ്ചാർജ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റോ വാട്ടറിന്റെ എടുക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. സോ 19.62 minus 9.81 into 10⁴ by 1000 into 9.81, that is 10 meter of water. സോ H കിട്ടി. ബാക്കി എല്ലാ ടേംസും കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഇസ് ഡിസ്ചാർജ്? CD into A1 A0 divided by root of A1 square minus A0 square into root 2 GH. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.6, A1 എന്ന് പറഞ്ഞാൽ 314.16, A0 എന്ന് പറഞ്ഞാൽ 78.54 ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 981 ഇൻറ്റു 1000. ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാൻ കാരണം എന്താ? 9.81 മീറ്റർ പെർ സെക്കൻഡിനെ സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആക്കി, 10 മീറ്ററിനെ എന്താക്കി? 1000 സെന്റിമീറ്റർ ആക്കി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ as 68.172 liters per second. ഓക്കെ, സോ നമ്മൾ വെഞ്ചറിമീറ്റർ പ്രോബ്ലം ചെയ്തതിന് യാതൊരു വ്യത്യാസവും ഇല്ല. ജസ്റ്റ് ആ ടേംസ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഒറിഫൈസ് വരുന്നു എന്നുള്ളൂ. നേരത്തെ ത്രോട്ട് ആയിരുന്നു, ഇവിടെ ഒറിഫൈസ് ആയിരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ സിമിലർ കൈൻഡ് ഓഫ് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ P1 നും P2 നും പകരം ഇവിടെ മാനോമീറ്റർ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഒറിഫൈസ് മീറ്റർ ഉണ്ട്, ഒറിഫൈസ് ഡയമീറ്റർ തന്നു, പൈപ്പിന്റെ ഡയമീറ്റർ തന്നു. പ്രഷർ ഡിഫറൻസ് ഈസ് മെഷേർഡ് ബൈ മെർക്കുറി ഓയിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സോ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ റീഡിങ് 15 സെന്റിമീറ്റർ, അതായത് ഡിഫ്ലക്ഷൻ എക്സ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 15 സെന്റിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. നൗ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഓയിൽ. ഇവിടെ പൈപ്പിൽ ഓയിലാണ്. ആ ഓയിലിന്റെ റേറ്റ് ഓഫ് ഫ്ലോ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. ഒറിഫൈസ് മീറ്ററിന്റെ CD എന്ന് പറയുന്നത് 0.64 ആണ്. ചെയ്ത് നോക്കാം, സിമ്പിൾ ആണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? സോ D1 പൈപ്പ് ഡയമീറ്റർ 30 സെന്റിമീറ്റർ, D0 ഒറിഫൈസ് ഡയമീറ്റർ 15 സെന്റിമീറ്റർ. സോ ഇത് രണ്ടും അറിയെങ്കിൽ ഏരിയ കണ്ടുപിടിക്കും അല്ലേ? A1 എത്രയാണ്? π/4 30 സ്ക്വയർ. A0 എത്രയാണ്? π/4 15 സ്ക്വയർ. സോ 706.86 സെന്റിമീറ്റർ സ്ക്വയർ, 176.72 സെന്റിമീറ്റർ സ്ക്വയർ. സോ A1 ഉം A0 ഉം കിട്ടി. ഇനി തന്നിരിക്കുന്ന എക്സ് ആണ് അല്ലെ? എക്സ് എത്രയാണ്? 50 സെന്റിമീറ്റർ. CD എത്രയാണ്? 0.64. ഇനി
മാനോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ x ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ആ ഇക്വേഷൻ ഉപയോഗിക്കണം അല്ലേ. ആ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി വേണം. മെർക്കുറി ആണ് മാനോമീറ്ററിലുള്ളത്. സോ മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ 13.6. ഇനി ഓയിലാണ് മറ്റേത്, പൈപ്പിൽ കൂടെ ഒഴുകുന്നത്. അപ്പോൾ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9. സോ ഇവിടെ ലൈറ്റർ ലിക്വിഡ് ഏതാണ്? ലൈറ്റർ ലിക്വിഡ് ഏതാ? ഓയിലാണ് അല്ലെ. പൈപ്പിലെ ലൈറ്റർ ആണ്, മാനോമീറ്ററിൽ ഹെവിയർ ആണ്. അതുകൊണ്ടാണ് SH എന്ന് നമ്മൾ മെർക്കുറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. SO എന്ന് പറഞ്ഞാൽ പൈപ്പിൽ കൂടെ ഒഴുകുന്നതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്ചാർജ്. ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? H വേണം അല്ലേ. സോ മാനോമെട്രിക് ഫ്ലൂയിഡ് ഹെവിയർ ആകുമ്പോൾ എച്ചിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH ബൈ S0 മൈനസ് 1. H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH ബൈ S0 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 13.6 ഡിവൈഡഡ് ബൈ 0.9 മൈനസ് 1. ദാറ്റ് ഈസ് 705.56 സെന്റിമീറ്റർ ഓഫ് വാട്ടർ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതല്ല. സോ 50 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് നമുക്കറിയാം, SH നമുക്കറിയാം, S0 നമുക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് 705.56 സെന്റിമീറ്റർ ഓഫ് വാട്ടർ. ഇനി എന്ത് ചെയ്യണം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A1 A0 ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2GH. ചെയ്ത് നോക്കുക. 0.64 ആണ്. A1 എന്ന് പറഞ്ഞാൽ 706.86, A0 എന്ന് പറഞ്ഞാൽ 176.72, റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 981 ഇൻറ്റു 705.56. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് എത്ര കിട്ടും? 137.44 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. സോ റിഫൈസ് മീറ്ററും വെഞ്ചുറി മീറ്ററും ഏകദേശം പ്രോബ്ലംസ് സിമിലർ ആണ്. ജസ്റ്റ് ആ ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യമുള്ളൂ. ഇക്വേഷനും ടേംസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. സോ പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസിന് വേണ്ടി സിമിലർ ടൈപ്പ് ഓഫ് പ്രോബ്ലം, ഇതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, അതേപോലത്തെ ഒരു പ്രോബ്ലം ആണ്. ഒറിഫൈസ് മീറ്ററിന്റെ ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്, പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് CD തന്നിട്ടുണ്ട്. പൈപ്പിൽ ഓയിലാണ്, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കുന്നു, അതിന്റെ റീഡിങ് 80 mm ഓഫ് മെർക്കുറി ആണ്. കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഇൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇത് ചെയ്തു നോക്കുക. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ് ഒറിഫൈസ് മീറ്റർ. നമ്മൾ ബെർണോളിസ് തിയറി അപ്ലൈ ചെയ്യുന്ന രണ്ട് ഡിവൈസസ് കണ്ടു. രണ്ടും റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാനാണ്. ഒന്നാമത്തെ വെഞ്ചുറി മീറ്റർ, രണ്ടാമത്തെ ഒറിഫൈസ് മീറ്റർ. രണ്ടിന്റെ ഇക്വേഷൻ ഏകദേശം സിമിലർ ആണ്. സോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ട് പ്രോബ്ലംസ് എല്ലാത്തിൻ്റെയും ചെയ്തു. നെക്സ്റ്റ് ക്ലാസ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ഡിവൈസസ്, ദാറ്റ് ഈസ് പിറ്റോട്ട് ട്യൂബ്. സോ പിറ്റോട്ട് ട്യൂബ് എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതുപോലെ പിറ്റോട്ട് ട്യൂബിന്റെ രണ്ട് ചെറിയ പ്രോബ്ലംസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഫസ്റ്റ് മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യും. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ നോട്ടും ഈ പ്രോബ്ലവും സബ്മിറ്റ് ചെയ്യുക ഇന്ന് തന്നെ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് പിറ്റോട്ട് ട്യൂബ്. ടിൽ ദെൻ ബൈ.